കളിയിക്കാവിള ക്വാറി ഉടമയെ കൊലപ്പെടുത്തിയ കേസിന് പിന്നിലെ ലക്ഷ്യം എന്ത് എന്നതിൽ വ്യക്തതയില്ലാതെ അന്വേഷണ സംഘം. പണം തട്ടാനുള്ള കൊട്ടേഷൻ പ്രവൃത്തിയായിരുന്നോ, കൊല്ലപ്പെട്ട ദീപുവിന്റെ തന്നെ അറിവോടെ ആയിരുന്നോ കൃത്യം എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതേസമയം കേസിൽ ഒരാളെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം സ്വദേശി രാജേഷാണ് കസ്റ്റഡിയിലുള്ളത്. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഈ കളിയിക്കാവിള കേസിൽ അന്വേഷണ സംഘം സാമ്പത്തിക ഇടപാടുണ്ട് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തതയിലേക്ക് എത്തിയിരുന്നല്ലോ. ഇപ്പോഴുള്ള കൺഫ്യൂഷൻ എന്താണ് ഈ കേസിൽ? അശ്വതി, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം രാജേഷ് എന്ന തിരുവനന്തപുരം സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കേസിൽ സർജിക്കൽ ഉപകരണങ്ങൾ നൽകിയത്, കൊലപാതകത്തിന് വേണ്ടി സർജിക്കൽ ഉപകരണങ്ങൾ അമ്പിളിക്ക് നൽകിയത് സുനിൽ എന്ന വ്യക്തിയാണ്. സുനിലിന്റെ സുഹൃത്താണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള രാജേഷ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇതിൽ ഇപ്പോഴും അവ്യക്തതകൾ, ഈ മൊഴികളിലെ വൈരുദ്ധ്യമുണ്ട്. കൊട്ടേഷൻ പ്രവൃത്തി ആയിരുന്നോ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ദീപുവിന്റെ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന്, കുടുംബത്തിന് വലിയ തുക ലഭിക്കുന്നതിന് ദീപുവിന്റെ അറിവോടുകൂടി നടത്തിയ കൊലപാതകമാണോ? ഈ കാര്യത്തിലാണ് ഇപ്പോഴും പരിശോധനകളും അന്വേഷണവും നടക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ അന്വേഷണമാണ്. നേരത്തെ തന്നെ അമ്പിളിയുടെ വീട്ടിൽ നിന്ന് തട്ടിയെടുത്ത, ഈ വാഹനത്തിൽ നിന്ന് തട്ടിയെടുത്ത തുക അമ്പിളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അമ്പിളിയുടെ പ്രവൃത്തി എന്നതാണ്. മാത്രവുമല്ല, അമ്പിളിയെ കളിയിക്കാവിളയിൽ എത്തിച്ചത് സുനിലാണ്. സുനിലിനൊപ്പം ഈ രാജേഷ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം, കൊലപാതകത്തിന് ശേഷം അമ്പിളിയെ തിരികെ കൊണ്ടുവരാമെന്ന് സുനിൽ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും എത്തിയില്ല. സുനിൽ വാഹനവുമായി കടന്നു കളഞ്ഞു. മാത്രമല്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അമ്പിളി പിന്നീട് സ്വന്തം നിലയിൽ ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് അമ്പിളിയെ പിടികൂടുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ഈ അവ്യക്തത തുടരുകയാണ്. കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന കാര്യത്തിൽ ഇനിയും ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇതിന്റെ ചുരുളഴിയൂ. അശ്വതി, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കളിയിക്കാവിള കൊലപാതകത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടില്ല. എന്താണ് ഇതിന് കാരണം, കൊലയ്ക്ക് കാരണം എന്നുള്ളത് എന്നാണ് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്.